പുരോഹിത ദർശനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ നാം 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട്. ഒന്ന് ശമൂവേൽ ബാലൻ, ഒരു കൊച്ചു പയ്യനായി അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം വിളിച്ചത് കേട്ടിട്ട് എന്തെന്നും മനസ്സിലാക്കുവാൻ കഴിയാതെ ഏലി പുരോഹിതനോട് തൻ്റെ പരിഭവം പറഞ്ഞപ്പോൾ, ഇനിയും നിന്നെ വിളിച്ചാൽ അടിയൻ കേൾക്കുന്നു, പറയണമേ എന്നുള്ള ഉത്തരത്തോടുകൂടി സമീപിക്കണമെന്ന് പറഞ്ഞതിൽ ആരംഭിച്ചതായിട്ടുള്ള പ്രവാചക ദൗത്യ ജീവിതം. പിന്നീട് ശമൂവേൽ ബാലൻ വളർന്ന് പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് ഇസ്രായേലിൻ്റെ 2ാമത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് വയലേലകളിൽ തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്രകാരം സമാനമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു യുവ പട്ടക്കാരനാകുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അതിഥിയായിട്ട് വന്ന് ചേർന്നിരിക്കുന്നത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അടൂർ ഭദ്രാസനത്തിൽ കായംകുളം സെൻട്രൽ പ്രവർത്തനം നടത്തിവരുന്ന തറയിൽക്കടവ്, പുതുപ്പള്ളി, മണിവേലിക്കടവ് മിഷൻ സെൻറ്റേഴ്സിൻ്റെ മിഷണറി ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ശമൂവേൽ വർഗീസ് അച്ഛൻ. ശമൂവേൽ വർഗീസ് അച്ഛനെ വളരെ ഹാർദവുമായിട്ട് പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശമൂവേൽ വർഗീസ് അച്ഛൻ വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ സന്തോഷച്ചൻ എന്ന് വിളിക്കും. അച്ഛനൊരു കുടിയേറ്റ കർഷക കുടുംബത്തിലെ 3-ാം തലമുറയിൽപ്പെട്ട ആളാണ്. കാർഷിക മുന്നേറ്റങ്ങളിൽ നിന്നും പ്രേക്ഷിത തലങ്ങളിലേക്ക് അച്ഛനെ നയിച്ച പ്രചോദനങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? 1950കളിലാണ് കർണാടകയിലേക്ക് ഞങ്ങളുടെ വല്യപ്പച്ചന്മാർ ഇവിടുന്ന് കുടിയേറി പാർത്തത്. അവിടുത്തെ വ്യത്യസ്തമായ അനുഭവം കൾച്ചറായിരുന്നു, ഭാഷ. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ബൈബിളിലെ കഥാപാത്രം പോലെ തന്നെയാണ്. അവരവിടെ ചെന്ന് ഒരു മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയല്ല പോയത്, ഉപജീവനത്തിൻ്റെ മാർഗത്തിന് വേണ്ടി അവിടെ ചെന്നു. അവിടെ കാടൊക്കെ വെട്ടി തെളിച്ച് അതോടൊപ്പം തന്നെ അവിടുത്തെ ഭൂമിയുമായിട്ടൊക്കെ മല്ലിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവർ ആദ്യം ജീവിച്ചത്. അതോടൊപ്പം തന്നെ നടത്തിയ ദൈവത്തെ അവർ മറന്നില്ല. അവർ ആ സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ തൊക്കവണ്ണം, പ്രത്യേകിച്ച് അന്നത്തെ സാഹചര്യത്തിൽ അവർ ഒരുമനപ്പെട്ട് ആ പ്രദേശത്തേക്ക് ജീവിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഇപ്പം പറയുന്ന മുണ്ടോട് മിഷനൊക്കെ ആരംഭിക്കാൻ തൊക്കണം സാധ്യമായത്. അത് ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ദർശനം അങ്ങനെ ലഭിച്ചത്. ഒരു പക്ഷേ വേറെ സഭ ആൾക്കാരുണ്ടായിട്ടും മാർത്തോമ സഭയുടെ ഒരു പ്രവർത്തനത്തിൽ ഒരുമിച്ച് നിന്നതുകൊണ്ടാണല്ലോ ഈ ഒരു തലത്തിലേക്ക് ഞങ്ങൾക്കും വരുവാൻ നോക്കണം സാധ്യമായത്. തീർച്ചയായിട്ടും എല്ലാ അച്ഛന്മാർക്കും പോലെ കുടുംബം ഏറ്റവും വലിയൊരു പ്രധാന ഒരു ഘടകമാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ കൃഷിക്കാരാകുമ്പോഴും പപ്പായ്ക്കും അമ്മയ്ക്കൊക്കെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, പപ്പായ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ആകണമെന്നൊക്കെ, ഈ ഒരു സുവിശേഷ വിലക്കൊക്കെ പോകണമെന്ന്. ഞങ്ങൾ 5 മക്കളാണ്. ഞാൻ ഏറ്റവും ഇളയത്, 4 മക്കളാണ്, ഞാൻ ഏറ്റവും ഇളയത്. അതൊരു പപ്പായുടെ ഒരു ആഗ്രഹമായിരുന്നു, ഏതെങ്കിലും ഒരു മോനെ ദൈവ വിലയ്ക്ക് വേണ്ടി വിടണമെന്നൊക്കെ. ആ വലിയൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനൊരു ദൗത്യം ശുശ്രൂഷയിലേക്ക്, പ്രേക്ഷിത വേലയിലേക്ക് വരുവാനൊക്കെ നമുക്ക് കാരണമായി തീർന്നു. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ അവിടെ വർക്ക് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സ്വാധീനം അതേറെയായിരുന്നു. മിഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 മിഷൻ കേന്ദ്രങ്ങളാണ് മുണ്ടുകൂടെ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. മാസത്തിൽ ഒരു തവണയാണ് നമുക്ക് വിശുദ്ധ കുർബാന അച്ഛന് ലഭിക്കുന്നത്. അന്നേരം അന്നൊക്കെ അച്ഛന്മാരെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്, ഒത്തിരി ബഹുമാനമായിരുന്നു. കാത്തിരുന്ന് ഒരു മാസത്തിൽ ഒരിക്കലാണ് അച്ഛന്മാരെ കാണുന്നത് ശുശ്രൂഷയിലൊക്കെ. അന്നേരം അങ്ങനെയുള്ള അച്ഛന്മാരുടെ സ്വാധീനം, അച്ഛന്മാരുടെ മെസ്സേജുകൾ, അച്ഛന്മാരൊക്കെ ഹൗസ് വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ അച്ഛനാകണമെന്ന് ചെറുപ്പം മുതലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒത്തിരി സ്വാധീനിച്ച അച്ഛന്മാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുരുള ഫിലിപ്പച്ചനൊക്കെ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ അച്ഛൻ അവിടെ മിഷനറിയായി പ്രവർത്തിച്ചപ്പോൾ അച്ഛൻ്റെയൊക്കെ പ്രവർത്തന മേഖല. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ അലക്സ് പി ജോൺ അച്ഛൻ്റെയൊക്കെ പ്രവർത്തനം, അച്ഛൻ്റെ സമയത്തൊക്കെയാണ് ഞങ്ങളെയൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ആ ഒരു തലത്തിലേക്കൊക്കെ വളർത്തിക്കൊണ്ട് വരുവാൻ അച്ഛൻ ഒത്തിരി അധ്വാനിച്ചു. അവരുടെയൊക്കെ ഇൻഫ്ലുവൻസാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെയൊക്കെ ഒരു പ്രാർത്ഥന. അപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ ഒരു ഗ്രാമം എന്ന് പറയുന്ന ഒരു കുടിയേറ്റ ഗ്രാമമാണ്. ഒരു 50ഓളം കുടുംബമുണ്ട് ആ പ്രദേശത്ത്. അവരെല്ലാവരും നമ്മുടെ ക്രിസ്ത്യൻസ് തന്നെയാണ്, ബന്ധുക്കോസുകാരും മാർത്തോമക്കാരും ഓർത്തഡോക്സുകാരും ചേർന്നുള്ളത്. ആ ഒരു ഗ്രാമത്തിലെ എല്ലാവരോടും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രേക്ഷിത വേലയിലേക്ക് വരാൻ കാരണമായത്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ മിഷൻ മേഖലകളിലെ പ്രവർത്തന മധ്യയാണ് അച്ഛൻ സോഷ്യോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ചെയ്യുന്നത്. ഈ അക്കാഡമിക് ഇൻട്രസ്റ്റിലേക്ക് അച്ഛനെ നയിച്ചത് എന്തായിരുന്നു?
നമ്മുടെ യുവജന സഖ്യത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതേവിലേക്ക് വേണ്ടി വരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുള്ളൂ. ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2004 നമ്മുടെ കെ ശമലച്ചനായിരുന്നു നമ്മുടെ മുണ്ടകോട്ടത്തെ ഞങ്ങൾ മിഷനറിയായി പ്രവർത്തിച്ചത്. അച്ഛനെ പോയി കണ്ട് ഇങ്ങനെ ബീഡിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛൻ ശിവനാപുരം വരുന്ന സ്ഥലത്ത് മിഷൻ ഫീൽഡിലേക്ക് എന്നെ അയച്ചത്. അന്നത്തെ അവിടുത്തെ മിഷനറിയായി പ്രവർത്തിച്ചത് അലക്സാണ്ടർ തടകൻ അച്ഛനാണ്. അവിടെ ചെന്നപ്പോൾ ബീഡിക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ PG കൂടി ചെയ്താൽ നല്ലതാണെന്ന് പറയുന്നു. അന്നത്തെ അച്ഛൻ്റെ ഒരു സജഷനാണ് ഫ്യൂച്ചറിലേക്ക് മിനിസ്ട്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ സോഷ്യോളജി എടുത്താൽ നല്ലതാണ്, കാരണം എനിക്ക് ആ വിഷയം താല്പര്യമുള്ളത്. അങ്ങനെ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ സമൂഹത്തെ മനസ്സിലാക്കുവാൻ എന്തൊക്കെ സാധ്യമാകുന്നത്. അന്നോട് ഞാൻ കമ്പാഷൻ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്റർനാഷണൽ ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ MA സോഷ്യോളജി എടുക്കുവാൻ തക്കോണം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുവാൻ തക്കണം സാധ്യമായത്. കാരണം മുമ്പോട്ടുള്ള ഒരു നമ്മുടെ മിനിസ്ട്രിക്ക് ഇത് കൂടുതൽ പല പ്രയോജനമാവുമെന്നുള്ള വിശ്വാസം ഇന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് അതങ്ങനെ പഠിച്ചതുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അച്ഛൻ്റെ സ്വദേശമായ മുണ്ടുകോട് മലങ്കര മാർത്തോമാ സഭയിലെ മുൻനിര മിഷൻ മേഖലകളിലെ ഒന്നാണല്ലോ. മാർത്തോമാ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പ്രസക്തമായ നേതൃത്വം നൽകുന്ന 3 എപ്പിസ്കോപ്പമാരുടെ കീഴിൽ ഇവാഞ്ചലിസ്റ്റായും ഷെമ്മാശായും അച്ഛൻ പ്രവർത്തിച്ചു. ഇപ്പോൾ മിഷണറി വൈദികനായും പ്രവർത്തിച്ച് വരികയാണ്. പൊള്ളാച്ചി, ശിവനാപുര, ഗുൽബർഗ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, കേരളത്തിലെ കായലോര തീരദേശ മേഖലകളിലെ പ്രവർത്തനങ്ങൾ, ഈ നീണ്ടതും തുടരുന്നതുമായ പ്രയാണങ്ങളിലെ ദൈവനിയോഗത്തെ അച്ഛൻ എങ്ങനെ വീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും വിളിയും തിരഞ്ഞെടുപ്പും ഒത്തിരി വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എൻ്റെ ചെറിയൊരു അനുഭവം, ഞാൻ ചെറുപ്രായം മുതലേ അച്ഛനാകണമെന്ന് ആഗ്രഹിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പം പോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തിന് ശേഷമാണ് നമ്മുടെ അച്ഛനോട് ചെന്ന് കണ്ട് ഇങ്ങനെയുള്ള കാര്യം പറയുന്ന ഒരു ആഗ്രഹം പറയുന്നത്. അങ്ങനെയാണ് ആ സമയം വരെ ഞങ്ങളുടെ പള്ളിയിൽ കൂടുന്ന ആൾക്കാരെല്ലാവരും ഷാമിൽ വർഗീസ് എന്ന് പറഞ്ഞ ആൾ അച്ഛനാകുന്നുള്ളൊരു സ്വപ്നത്തോടാണ് അവരിയ്ക്കുന്നത്. അങ്ങനെയാണ് ശിവനാപുരം മിഷൻ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് ഞാൻ വരുന്നത്. അവിടെ ഒന്ന് 3 വർഷം വർക്ക് ചെയ്ത സമയത്താണ്. അന്നേരത്തേക്ക് നമ്മുടെ ആൾക്കാരെല്ലാം കാലത്താണല്ലോ ഞാനും അവിടെ അതെ. അങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടാൻ പറ്റിയത്. അന്നേരം ആ സമയത്ത് അവിടെ നിന്ന് നമ്മുടെ മാർത്തോമാ സഭയിലേക്ക് ഫസ്റ്റത്തെ എൻട്രൻസ് എഴുതി. അത് ദൈവകൃപയായിരിക്കാം, പക്ഷെ അന്ന് നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. അന്നേരം അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ തിയോഡോസ് തിരുമേനിയുടെ ഒരു തിരുമേനി പറഞ്ഞത് അനുസരിച്ചാണ് പൊള്ളാച്ചി മിഷൻ ഫീൽഡിൽ ചെന്നത്. അങ്ങനെ 4 വർഷം ഞാൻ 2004 മുതൽ 2008 വരെ ശിവനാപുരത്തും പൊള്ളാച്ചിയുമായിട്ട് മിഷൻ പ്രവർത്തനം. അങ്ങനെ പൊള്ളാച്ചി വെച്ചാണ് ഞാൻ വീണ്ടും 2ാമത് BD ഞാൻ അപ്പിയറൻസ് ചെയ്തു. അന്നേരം അവിടെ എനിക്ക് ടെസ്റ്റ് ലഭിച്ചില്ല എന്നുള്ളതാണ്. അന്നേരം ഒത്തിരി നിരാശയായി ജീവിതത്തിൽ. കാരണം എൻ്റെ 4 വർഷം വെറുതെ പോയല്ലോ എന്നിങ്ങനെ ചിന്തിച്ച അനുഭവം. അന്നേരം അന്നത്തെ നമ്മുടെ ജേക്കബ് പോളച്ചനായിരുന്നു അവിടെ മിഷനറി ആയിട്ട് പൊള്ളാച്ചിയിൽ പ്രവർത്തിച്ചത്. അച്ഛൻ പറഞ്ഞു ഇനി എന്തോ മുമ്പോട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു. അന്നേരം തിരുമേനിയുടെ അഭിപ്രായം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവാഞ്ചലിസ്റ്റായിട്ട് സാലറി തരാമെന്ന് പറഞ്ഞു. അന്നേരം ജേക്കബ് പോളച്ചൻ പറഞ്ഞു സന്തോഷിൻ്റെ താല്പര്യം പോലെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അന്നേരം MSW പഠിക്കാൻ പോകുന്നെങ്കിൽ പോയിക്കോ, സാരമില്ല, മുമ്പോട്ട് പിന്നെ അങ്ങനെ ഇനി BD പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രൈവറ്റായിട്ട് BD പഠിക്കാം, പക്ഷേ സാമ്പത്തികം ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ് ചെന്നൈയിൽ അണ്ണാനഗർ പള്ളിക്കാരാണ് എന്നെ BD പഠിക്കാൻ സ്പോൺസർ ചെയ്യാൻ ഏറ്റെടുത്തു. അങ്ങനെ UTSയിൽ പോയി ഞാൻ ടെസ്റ്റ് ചെയ്ത്, ചെന്നൈയിൽ ഗുരുകുലിൽ ടെസ്റ്റ് ചെയ്ത്, അതോടൊപ്പം തന്നെ സെറാംപൂരിലും ഞാൻ ടെസ്റ്റ് ചെയ്തു. 3 എനിക്ക് പ്രൈവറ്റായിട്ടും എനിക്ക് ലഭിക്കാതിരുന്നു. അങ്ങനെ ഇനി ഈ ഫീൽഡ് വിടണമല്ലോ ഇങ്ങനെ വിചാരിച്ചു. ഞങ്ങളുടെ അന്നത്തെ സുവിശേഷനായി 2008 മുണ്ടോട് പ്രവർത്തിച്ചത് തങ്കച്ചൻ എന്ന ഉപദേശിയാണ്. ഉപദേശി ഞാൻ പോയി കണ്ട് ജൂൺ മാസത്തിൽ ചെന്ന് പറഞ്ഞു, ഉപദേശി എനിക്ക് മുമ്പോട്ട് ഇനി പഠിക്കാൻ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ലഭിക്കുന്നില്ല, ഞാൻ ഇനി വേറെ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു. വീട്ടുകാർക്കെല്ലാം ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. 4 വർഷം സഭയ്ക്ക് വേണ്ടി പോയി അവിടെ അധ്വാനിച്ചിട്ട് കിട്ടിയില്ലല്ലോ, ഇനി എങ്ങനെയാണ് കാരണം പ്രൈവറ്റ് കോളേജിലും പഠിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഞങ്ങളുടെ ഉപദേശി പറഞ്ഞു സന്തോഷ് ഉപവസിക്കാറുണ്ടോ? പ്രാർത്ഥിക്കണം, ഒരു ദിവസം പൂർണ്ണമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജൂൺ മാസം 2008 ജൂൺ മാസം ഞാൻ ഒരു ദിവസം ഞാൻ പൂർണ്ണമായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾ കൃഷിക്കാരാണ്, ഞാൻ പറഞ്ഞില്ല, ആടും മാടുകളെല്ലാം ഉണ്ട്. ഒരു 100ഓളം ആടുണ്ട്. ഈ ആടിനേക്ക് മേയ്ക്കാൻ പോയ സമയത്ത് ഗുരുകുൽ കോളേജിലേക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ബാംഗ്ലൂരിലാണെങ്കിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ എല്ലാം ഒന്നുമില്ലെന്ന് നമുക്കറിയാം. അന്നേരം അങ്ങനെ ഇരുന്നപ്പോഴാണ് ബാംഗ്ലൂരിലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ വിളിച്ചു. അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു ജൂലൈ മാസം 1-ാം തീയതി വന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അന്നേരം ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജൂൺ മാസം 15 അച്ഛനറിയാമല്ലോ, ജൂൺ മാസം ആകുമ്പോൾ നമ്മുടെ സെമിനാറുകളെല്ലാം തുടങ്ങിയിരുന്നു. എല്ലാ സെമിനാറിലും ക്ലാസ് ആരംഭിച്ചു. അന്നേരം ഇനിയൊരു പ്രതീക്ഷയില്ല, ഇന്നൊരു 10-15 ദിവസമേ ഉള്ളൂ ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ നമുക്കിത് തീർന്നു പോകാൻ. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹമല്ല, എന്നാലും പോകണമല്ലോ. ആൾക്കാരുടെ എല്ലാം ചോദ്യങ്ങളും ഒന്ന് വെറുതെ വീട്ടിൽ നിൽക്കുവാണല്ലോ. അന്നേരം ഇനി BD ഇല്ല,
ഇനിയും തിരിച്ചു പോകുകയെന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായ ഒരു അസ്വസ്ഥതകൾ, ഒരു പക്ഷേ മരിക്കണം എന്ന് വരെ ആഗ്രഹിച്ച അനുഭവമാണ് ആ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞത്. കാരണം അത്രമാത്രം നമുക്ക് അങ്ങ് സ്ട്രെസ്സായിപ്പോയി. കാരണം ദൈവത്തോട് കൂടുതൽ അടുത്തിട്ടും ദൈവം നമുക്കിങ്ങനെ ചെയ്തല്ലോ, സഭ ഇങ്ങനെ ചെയ്തല്ലോ, മറ്റുള്ളവർ നമ്മളെ കളിയാക്കുവാണല്ലോ, ഇനി അങ്ങനെ എത്ര 4 വർഷം വെറുതെ പോയി, ഇങ്ങനെ വളരെ പ്രയാസഘട്ട ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഗുരുകുൽ കോളേജിലെ നമ്മുടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ജേക്കബ് തോമസ് അച്ഛൻ, ഡോക്ടർ ജേക്കബ് തോമസ് അച്ഛൻ, അച്ഛൻ തിയോളജി പഠിപ്പിക്കുന്നു. അവിടെ അച്ഛൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ബ്രദർ അണ്ണാനഗർ പള്ളിയിലെ ശുശ്രൂഷകനാണ്. അന്നേരം അച്ഛൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് കുർബാനയ്ക്ക് പോകാറുണ്ട്. അന്നത്തെ അണ്ണാനഗറിലെ വികാരി എന്ന് പറയുന്നത് ജോസഫ് ചാക്കോ അച്ഛനാണ്. അന്നേരം അങ്ങനെ ജേക്കബ് തോമസ് അച്ഛനെ അവിടെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരു ദിവസം ചോദിച്ചു, ബ്രദർ ഇപ്പോൾ എന്ത് ചെയ്യും ചോദിച്ചു. അന്നേരം അച്ഛൻ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴാണ് ഇത് ചോദിക്കുന്നത്. അന്നേരം ബ്രദർ പറഞ്ഞു, ബ്രദർ ഇപ്പോൾ ബാംഗ്ലൂരിലെ ജോലിക്ക് പോകാൻ പോകും അടുത്ത ആഴ്ചയിലെന്ന് പറഞ്ഞു. അന്നേരം ജോസഫ് ചാക്കോ അച്ഛൻ അവിടെ നിന്നൊരു കാര്യം പറഞ്ഞു, അച്ഛന് നോക്കിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു അഡ്മിഷൻ കിട്ടിപ്പോയെന്നായിരുന്നു എന്ന് പറഞ്ഞു. അത് അച്ഛന് കുർബാനയ്ക്ക് മുമ്പ് ഇത് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഒന്നും അനങ്ങിയില്ല, കുർബാന ചൊല്ലി. പിറ്റേ ദിവസം ഗുരുകുലിലെ അവിടെ കോളേജിൽ എന്തോ മീറ്റിങ്ങിൽ പറഞ്ഞു 30 പേരാണ് നമ്മൾ അഡ്മിഷൻ അവിടെ ഉള്ളത്, ഒരു ആൾ വന്നില്ല. അന്നേരം വെയിറ്റിംഗ് ഉള്ളവരെല്ലാം ഉണ്ട്. അന്നേരം അച്ഛൻ അവിടെ നല്ല ഹോൾഡുള്ള അച്ഛനാണ് ഗുരുകുൽ കോളേജിൽ. അന്നേരം അച്ഛൻ അന്നേരം അവിടുത്തെ ഫാക്കൽറ്റി മീറ്റിങ്ങിൽ പറഞ്ഞു, ഷാമേൽ വർഗീസ് എന്ന് പറഞ്ഞ ആളിന് അഡ്മിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, അവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് പോലും ഇല്ലാത്തൊരു ആളിനെ എങ്ങനെ കൊടുക്കുന്നത്? ഇല്ല, ഞാൻ പറയുന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജേക്കബ് തോമസ് അച്ഛൻ്റെ ഒരു വാക്കുകൊണ്ടാണ്, അത് ദൈവനിയോഗമാണ്, അച്ഛനാണ് അതിന് പ്രവർത്തിച്ച് അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു. അന്ന് ഞാൻ പിറ്റേ ദിവസം, അന്ന് ഞാൻ തിങ്കളാഴ്ച ദിവസം ആടിനെ തീറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഓടി വന്നിട്ട്, വയലിൽ ഓടി വന്നിട്ട് പറയുന്നത്, അഡ്മിഷൻ ലഭിച്ചു, പെട്ടെന്ന് ഗുരുകുൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ദാവീദിനെ നമ്മളെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തതുപോലെ തന്നെയാണ്. വീട്ടിൽ നിന്ന് ഓടി വന്ന് പറയുന്നു, പെട്ടെന്ന് ഗുരുകുൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. ഒരു പശ്ചാത്ത 2008 ജൂൺ മാസം 28-ാം തീയതിയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇതിനൊരു 3 ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ ജോലിക്ക് പോയിരുന്നു. ദൈവത്തിൻ്റെ വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അന്ന് മുതൽ ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ, ഇപ്പോൾ അച്ഛൻ ചോദിച്ചതുപോലെ ശിവനാപുരത്ത്, പൊള്ളാച്ചിയിലെ, പിന്നെ നമ്മുടെ ആൻഡമാൻസ്, ഗുൽബർഗയിലെ, ആൻഡമാൻസ് നിക്കോബാറിലെ, ഇപ്പം നാട്ടിലെ ജേക്കബ് മാത്യു അച്ഛന് കായംകുളം പള്ളിയിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ക്രിസോസ്റ്റം തിരുമേനി എപ്പോഴും പറയാറുണ്ട് ഒരു സംഭവമാണ്, നമ്മൾ പോകുന്ന സ്ഥലത്ത് അജണ്ട നമ്മളല്ല തീരുമാനിക്കേണ്ടത്, അവരുടെ ആവശ്യം മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന്. എന്നിട്ട് ഈ പോയ എല്ലാ സ്ഥലങ്ങളിലും ദൈവകൃപയാൽ ഈ നാളുകളിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ നോക്കണം സാധ്യമായി. അതും ഈ പറയുന്ന പോലെയാണ്. സൗത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിലെ, തമിഴ്നാട്, കർണാടക, ഇപ്പോൾ കേരളയിൽ, ആൻഡമാൻസ് നിക്കോബാർ, വ്യത്യസ്തമായ കൾച്ചർ, അവിടെയൊക്കെ ദൈവകൃപ അനുവദിച്ചുകൊണ്ട് പ്രവർത്തിപ്പാൻ ദൈവം അവിടെ ഇടയാക്കുന്നു. ഭാരതത്തിലെ സെമിനാരികളിൽ വെച്ച് ഗുരുകുൽ തിയോളജിക്കൽ കോളേജ് സാമൂഹിക നവദർശനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വലിയ കലാലയമാണ്. ഈ സെമിനാരിയിലുള്ള അച്ഛൻ്റെ പഠനങ്ങൾ മിഷണറി പാശത്തെ അച്ഛനിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി വളർത്തി? തീർച്ചയായിട്ടും മിഷൻ ഫീൽഡ് ജനിച്ചു വളർന്നുകൊണ്ടാണ് ബേസിക്കായിട്ട് നമുക്കൊരു മിഷൻ താല്പര്യം കൂടുതലുണ്ട്. അതെ. അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ചെന്നൈ ഗുരുകുൽ കോളേജ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. ആ കോളേജിലെ ഞാനിപ്പോൾ അനുഭവം പറഞ്ഞതുപോലെ തന്നെ അവിടെ ദൈവം നിയോഗിച്ച് അവിടെ എന്നെ ആക്കിയതാണ്. അന്നേരം ഗുരുകുൽ തിയോളജി കോളേജ് എന്ന് പറയുന്നത് ദലിത് തിയോളജിക്ക് ഒത്തിരിയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോളേജാണ്. അന്നേരം അവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ ആൾക്കാർ വരുന്നു. അന്നേരം ഇപ്പം അവരോടൊപ്പം ഒരു എക്യുമെനിക്കൽ ഒരു ഫെലോഷിപ്പിലൂടെ അവിടെ പഠിക്കുവാനും പ്രത്യേകിച്ച് ദലിത് തിയോളജിക്ക് ഒത്തിരിയോട് നമുക്ക് പഠിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അന്നേരം അതൊരു വളരെ പ്രധാനമാണ്. ഈശ്വർത്താവിൻ്റെ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടും 3.5 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പരിസര ശുശ്രൂഷയുടെ ഭാഗമായിട്ട് എക്യുമെനിക്കൽ അവിടുത്തെ ദലിത് തിയോളജി പറയുമ്പോൾ ഈശ്വർത്താവ് റിജക്റ്റ് ചെയ്തവരോടൊപ്പം തന്നെയായിരുന്നു എന്ന് അങ്ങനെയാണ്, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ആ ഗുരുകുൽ കോളേജിൽ നിന്നാണ് കൂടുതൽ അങ്ങനെ ഒരു ഇൻസൈറ്റ് കിട്ടിയത്. കാരണം ദലിത് തിയോളജിയുമായിട്ടൊക്കെ പഠിച്ചപ്പോഴാണ് മിഷൻ പ്രവർത്തനം പ്രാധാന്യം നൽകണം എന്നുള്ള ഒരു വലിയൊരു ആവേശം ഉണ്ടായിരുന്നു. ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗിൽ ലാൻഡ്സ്കേപ്പിംഗ് എങ്ങനെയോ അങ്ങനെയാണ് ക്രിസ്ത്യൻ മിഷനിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. ഇത് തറയിൽക്കടവ്, പുതുപ്പള്ളി, മണിമേലിക്കടവ് മേഖലകളിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വളരെ പ്രകടമാണ്. ഈ പ്രദേശത്തിന് അതിൻ്റേതായ ഒരു കഥയുണ്ട്. ആ കഥയുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ മിഷൻ പ്രവർത്തനങ്ങളും. അത് ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. 1935 പുതുപ്പള്ളി തറയിൽക്കടവ് മിഷൻ പ്രവർത്തനം, തീരദേശ മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഭാഗ്യസ്മരണനായിരിക്കുന്ന എബ്രഹാം തിരുമേനിയാണ്. തിരുമേനിയോടൊപ്പം മിസ് കെല്ലവേ മദാമി, അതോടൊപ്പം തന്നെ നമ്മുടെ മാർത്തോമ സഭയുടെ സേവികാ സംഘത്തിൻ്റെ ഒരു സാരഥ്യം അതിൻ്റെ പിമ്പിലുണ്ടായിരുന്നു. അങ്ങനെയാണ് തീരദേശ മിഷൻ ആരംഭിച്ചത്. അന്ന് നമ്മുടെ സേവനിമാരെ പുതുപ്പള്ളി മിഷൻ എന്ന് പറയുന്ന പുതുപ്പള്ളിയിലെ മിഷൻ ഫീൽഡിൽ താമസിച്ച് അവർ പ്രവർത്തിച്ചു.
അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ കുറേ മിഷൻ പ്രവർത്തനങ്ങൾ അവർ ചെയ്തു. അന്ന് കായംകുളത്ത് നിന്ന് തറയിക്കടലിലേക്ക് പോകാൻ റോഡ് മാർഗ്ഗമല്ലായിരുന്നു, വെള്ളത്തിൽ കയറിയാണ് അവർ സ്ട്രഗിൾ ചെയ്ത് പോയത്. അത്രമാത്രം കഷ്ടത അനുഭവിച്ചാണ് അന്നത്തെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് തറയിൽക്കടലിൽ ഒരു ഭക്തൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തെ വിളിക്കുന്ന അങ്ങനെയാണ്, ഒരു ഹൈന്ദവരായിരുന്നു അദ്ദേഹത്തെ, ഭക്തൻ. അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ആൾക്കാർ വിളിക്കുന്നത് ഭക്തനെന്ന്. അങ്ങനെ ആദ്യത്തെ ഒരു കുടുംബമാണ്. അങ്ങനെയാണ് നമ്മുടെ തറയിൽക്കടവിലൊരു കോൺഗ്രിഗേഷൻ രൂപം കൊള്ളുവാൻ സാധ്യമായത്. അങ്ങനെ അവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു മിഷൻ, ഒരു ചാപ്പലും അനുബന്ധമായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു സുവിശേഷകർ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു തറയിൽക്കടവിൽ. അമ്മച്ചിമാർ, ശിവനിമാരായിരിക്കുന്ന അമ്മച്ചിമാർ പുതുപ്പള്ളിയിൽ താമസിച്ചുകൊണ്ട് അവിടുത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുമായിരുന്നു. അവർ അന്നത്തെ ആൾക്കാർക്ക് ആവശ്യമായിരിക്കുന്ന ഉപ്പും അങ്ങനത്തെ കൊടുക്കുക, പാൽപ്പൊടി കൊടുക്കുന്നു. അങ്ങനെയുള്ള മിഷൻ പ്രവർത്തനങ്ങളിൽ പാവപ്പെട്ടവർ ഒത്തിരിയും സഹായിച്ച് ഏറ്റവും നന്നായിട്ട് പ്രവർത്തനം നടന്നുകൊണ്ടേയിരുന്നു. ഇന്ന് ഇല്ലെങ്കിൽ നിർഭാഗ്യവശാലോ 1980-90കളിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം മങ്ങീഭവിച്ചു പോയി. കാരണം അമ്മച്ചിമാർ അവിടെ നിന്ന് പ്രായം ചെന്ന് നമ്മുടെ തിരുവല്ല വിശ്രാന്തി ഭവനിലേക്ക് അങ്ങ് മാറി. അതോടൊപ്പം തന്നെ സുവിശേഷരുടെ എണ്ണവും ഇച്ചിരി കുറവായതുകൊണ്ടും നമ്മുടെ ലോക്കൽ പാരിഷ് കായംകുളം ഇടവകയുടെ ഒരു സപ്പോർട്ട് ഒന്ന് കുറഞ്ഞതുകൊണ്ടുമായിരിക്കാം ഈ രണ്ട് പ്രവർത്തനവും കുറഞ്ഞു വന്ന്, പ്രത്യേകിച്ചും പുതുപ്പള്ളി മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ ചെയ്തിട്ടു. ഒന്നുമില്ലാതെ വെറുതെ നശിച്ചു പോയി കിടന്ന സ്ഥലമായിരുന്നു. 2004 സുനാമിയുടെ ഒരു ആക്രമണം ഉണ്ടായതുകൊണ്ടും തറയിൽക്കടവ് മിഷൻ ഫീൽഡ് ഏകദേശം എല്ലാം പൂട്ടിയിട്ട് എല്ലാം അവിടുത്തെ താമസമില്ലാതായിപ്പോയി, എല്ലാം പൊടി കയറി, എല്ലാം വെറുതെ കിടന്നു. അങ്ങനെ ഇരിക്കുന്ന നമ്മൾ 2014 ജേക്കബ് മാത്യു അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛന് നമ്മുടെ കായംകുളം ഇടവകയിൽ വികാരിയായി വരികയും അച്ഛന് ഈ മിഷനോട് ഒത്തിരിയും താല്പര്യമുണ്ട്, അച്ഛന് ചരിത്രമൊക്കെ അറിയുന്നത് കൊണ്ടും അച്ഛൻ്റെ ഒരു പ്രാവശ്യം അവിടെ വിസിറ്റ് ചെയ്തായിരുന്നു. പുതുപ്പള്ളിയിൽ നമ്മുടെ കായംകുളം ആൾക്കാർ നമ്മുടെ ഇടവകയുടെ ചുമതലക്കാരുമായിട്ടൊക്കെ വിസിറ്റ് ചെയ്തു. അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ ചെന്ന് നോക്കിയപ്പോൾ ത്രോണോസിലൊക്കെ വട്ടം കളിച്ച് നിൽക്കുന്നു. ആ പിക്ചറൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം എല്ലാം പോയി കിടന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇത് മുടിഞ്ഞ പള്ളിയാണ്, ഇത് വിൽക്കണം എന്നാണ് അച്ഛനോട് ചെന്ന് ആദ്യം പറഞ്ഞത്. അങ്ങനെയാണ് അച്ഛൻ ആൾക്കാരുടെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഓട് വന്ന് അവിടെ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് വീണു. അന്നേരം അച്ഛന് ഒത്തിരി അത് പ്രയാസം ഉണ്ടാക്കി. അച്ഛനത് ദൈവാലയത്തിൽ വന്നിട്ട് പിറ്റേ ഞായറാഴ്ചയിൽ യെശയ്യാ പ്രവാചന പുസ്തകം 58-ാം അധ്യായം 12-ാമത്തെ വാക്യം ആസ്പദമാക്കി നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും എന്ന് പറഞ്ഞ് അച്ഛൻ പ്രസംഗിച്ചു. അങ്ങനെയാണ് കായംകുളം പള്ളിയിലെ ഒരാൾ എം ജോൺ സാർ, കളുവേലിൽ എം ജോൺ സാർ എന്ന് പറഞ്ഞ സാറ് അച്ഛനെ പോയി കണ്ട് 15 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെ നശിച്ചു കിടന്ന ചാപ്പലും മിഷൻ ഹൗസും വീണ്ടും അത് പണിതെടുക്കുവാൻ തക്കവണ്ണം, റിനോവേഷൻ ചെയ്യാൻ തക്കവണ്ണം അത് അന്ന് ഒരു ഇടവകയിൽ തീരുമാനം ഉണ്ടായി. അത് പുതുക്കി പണിത്. അങ്ങനെയാണ് 2015 മാർത്തോമാ സഭയിൽ 23 ശമാശന്മാരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ബർണബാസ് തിരുമേനി, അച്ഛൻ ചെന്ന് ബർണബാസ് തിരുമേനിയോട് ഈ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു, ഒരാളെ സുവിശേഷകരെ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ബർണബാസ് തിരുമേനി പറഞ്ഞത്, ഇപ്പോൾ സുവിശേഷർ ഇപ്പോൾ ഇല്ലല്ലോ, ഇപ്പോൾ ഇങ്ങനെ 10-23 ശമാശന്മാർ സഭയിൽ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ശമാശനെ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കർണാടകയിലെ ഒരാളായി ഞാൻ കായംകുളത്ത് ജേക്കബ് അച്ഛൻ്റെ കൂടെ വന്ന് ഷമാശനായിട്ട് പ്രവർത്തിപ്പാൻ, പ്രത്യേകിച്ച് അന്ന് കുദാശ ചെയ്ത ആ ചാപ്പലിൽ ആ മിഷൻ ഹൗസിൽ ഞങ്ങൾ കുടുംബമായിട്ട് വന്ന് അവിടെ താമസിച്ചു. അങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രവർത്തനം വീണ്ടും നശിച്ചു കടന്ന പ്രവർത്തനം റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം സാധ്യമായത്. അവിടുത്തെ ഒരു ദേവികുളങ്കര പഞ്ചായത്ത് എന്നാണ് അത് അറിയപ്പെടുന്നത്. പുതുപ്പള്ളിയിലെ 15 വാർഡ്, ഒരു വാർഡിൽ നിന്ന് ഒരു രോഗിയെ കണ്ടെത്തി, തീരെ പാവപ്പെട്ട രോഗിയെ കണ്ടെത്തി പ്രതിമാസം നമ്മളൊരു കിറ്റ് കൊടുക്കാറുണ്ട്, ഫുഡ് കിറ്റ് കൊടുക്കാറുണ്ട്. അരി, പഞ്ചസാര, ചായപ്പൊടി, വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാ സാധനങ്ങളും വെച്ച് 1000 രൂപയുടെ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് 15 കുടുംബത്തിൽ നിന്ന് 40 കുടുംബം പ്രതിമാസം അവർ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് അറ്റൻഡ് ചെയ്യുന്നു. അവർ വിശുദ്ധ കുർബാന കൊള്ളത്തില്ല, എന്നൊക്കെ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവർക്കൊരു ഫെലോഷിപ്പ് ഉണ്ട്, സാക്ഷ്യം പറയും, അവർ ദൈവം നടത്തിയ വിധങ്ങളൊക്കെ അവർ പറയുന്നു. അവർ നല്ല ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വീടെല്ലാം വിസിറ്റ് ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. വളരെ ദൈവാനുഗ്രഹത്തോടു കൂടി അവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു ടൈലറിങ് സ്കൂളുണ്ട്, പ്രകാശധാര എന്ന് പറയുന്നത്. അതിനും ഇപ്പോൾ 3-4 ബാച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ കോവിഡിന് സമയത്താണെങ്കിലും നമ്മൾ കുറേ മാസ്ക് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ അടൂർ ഭദ്രാസനത്തിൻ്റെ പല സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ പള്ളികളിലേക്ക് നമ്മൾ എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് പുതുപ്പള്ളിയിലെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ തറയിൽക്കടവിലും അച്ഛൻ്റെ സമയത്തിനാണ് 2015 ഒരു നമ്മുടെ സെൻട്രൽ മീറ്റിംഗ് വെച്ച് ജേക്കബ് മാത്യു സമയത്ത് ഒരു സെൻട്രൽ മീറ്റിംഗ് വെച്ച് ജോൺ അച്ഛനെ ഒരു പ്രസംഗിച്ചായിരുന്നു. നമ്മുടെ ജോൺ അച്ഛനെ നമ്മുടെ കുഞ്ഞുങ്ങളെ എൻ്റെ അരികിലേക്ക് വിടുവിൻ, അവരെ തടയരുതെന്ന് പറഞ്ഞു. അച്ഛനും വളരെ മിഷണറി താല്പര്യമുള്ള അച്ഛനാണ്. ആ സമയത്താണ് അച്ഛൻ്റെ ആ മെസ്സേജ് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനെ ജേക്കബ് അച്ഛനെ എഴുന്നേറ്റ് പറഞ്ഞു, നമ്മളിങ്ങനെ മീറ്റിങ്ങിലും കൂടി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാറുണ്ട്, എന്നാൽ തറയിൽക്കടവിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട്,
അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അച്ഛൻ പറഞ്ഞ ആ വാക്ക് അവിടെ ഇരുന്ന് അച്ഛന്മാരെ ഏറ്റെടുത്ത് ഓരോ അച്ഛന്മാരും ഇടവകയിൽ നിന്ന് 5000 രൂപ വെച്ച് സ്പോൺസർ ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ 50,000 രൂപ സ്റ്റാർട്ടിങ് കളക്ട് ചെയ്ത് തറയിൽക്കടവിൽ ഒരു ട്യൂഷൻ സെൻറ്റർ ആരംഭിച്ചു. അതാണ് ഇപ്പോൾ ദൈവം സഹായിച്ച് വളർന്ന് പന്തലിച്ച് ഇപ്പം തറയിൽക്കടവിൽ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അവിടെ ഇപ്പോൾ നമുക്ക് പ്ലേ സ്കൂളുണ്ട്, നമുക്ക് ട്യൂഷൻ സെൻ്ററുണ്ട് 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. അതോടൊപ്പം തന്നെ നമുക്കൊരു കമ്പ്യൂട്ടർ സെൻ്ററുണ്ട്, PSC കോച്ചിങ് ക്ലാസ്സുണ്ട്. പിന്നെ അവിടെ നമുക്കിപ്പം വിധവകളായിരിക്കുന്നവർക്ക് പോത്തുകിടാവിനെ കൊടുക്കാറുണ്ട്. അത് നമ്മളൊരു മാർക്കറ്റിൽ പോയിട്ട് ഒരു പോത്തുകിടാവിനെ വാങ്ങി ഒരു വിധവയ്ക്ക് കൊടുത്താൽ പൈസ നമ്മളിപ്പോൾ അങ്ങനെ വാങ്ങാറില്ല. കൊടുക്കുന്ന സമയത്ത് ആ പോത്തിൻ്റെ വില നമ്മൾ നിശ്ചയിച്ച് പറയും ഇത്ര രൂപ ആണെന്ന്. അതിന് വിൽക്കുന്ന സമയത്ത് ആ പണം നമുക്കവർ തിരിച്ചു തരും, ബാക്കി പണം അവർ എടുക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ 10,000 രൂപയുടെ ഒരു പോത്തുകിടാവിന് കൊടുത്താൽ ഒരു 40,000 രൂപ കിട്ടുവാണെങ്കിൽ 30,000 രൂപ അവർക്കും 10,000 രൂപ തിരിച്ച് നമുക്കും. കാരണം ആ പൈസ വെച്ച് നമ്മൾ വേറൊരാളിന് നമ്മളൊരു പോത്തുകിടാവിനെ കൊടുക്കും. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വർക്കുകൾ. പിന്നെ VBSഉം പള്ളിയിലെ ആരാധനകളും ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ. പിന്നീട് കഴിഞ്ഞ ഒരു വർഷമായി ഇപ്പോൾ മണിവിലക്കടവിൽ ഒരു പുതിയ പ്രവർത്തനം. അവിടെ നമുക്ക് ട്യൂഷൻ സെൻറ്റർ പുതിയൊരു മേഖലയാണ്. അതും കായലോര പ്രദേശമാണ്. അവിടെ നമ്മളൊരു ട്യൂഷൻ സെൻറ്ററും ഒരു ടൈലറിങ് സ്കൂളും നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ 5 പേരെ നമ്മുടെ മിഷനായിട്ട് ഇപ്പം സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. 2 പേര് BS നഴ്സിംഗ് ബാംഗ്ലൂരിൽ പഠിക്കുന്നു, ഒരാൾ കറ്റാണത്ത് പഠിക്കുന്നു, പിന്നെ ഒരു ജനറൽ നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുഞ്ഞ്, പിന്നെ TCH ചെയ്യുന്ന ഒരു കൊച്ച് പഠിക്കുന്നു. പിന്നെ നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൽ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചൊരു കൊച്ചാണ്. 10ാം ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റും A+ വാങ്ങിയ കൊച്ച്. ആ കൊച്ചിൻ്റെ തിരുമേനോട് പറഞ്ഞപ്പോൾ ആ കൊച്ചിന് MBBS പഠിക്കണം, ഇങ്ങനെ മെഡിക്കലിൽ പോകണമെന്ന് താല്പര്യമുണ്ട്, പഠിക്കാൻ മിടിക്കുകയാണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിനെ ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് ചങ്ങനാശ്ശേരിയിലെ ഒരു സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ ആ കുഞ്ഞ് പഠിക്കുന്നു. ഇപ്പം +2 പഠിക്കുന്നു. ഇങ്ങനെ 5 പേരുടെയും പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മുടെ മിഷനാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. 2 പേർക്ക് ഭവനമില്ലാത്തവർക്ക് നമ്മളാണ് ഫുൾ സപ്പോർട്ട് ചെയ്ത് 8.5 ലക്ഷം രൂപ വെച്ച് വീതം കൊടുത്ത് 2 വീട് ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. നമുക്കൊരു ട്യൂഷൻ സെൻറ്ററുണ്ട്. ഇപ്പോൾ നമ്മളൊരു നമുക്കൊരു മിഷൻ ഹൗസ് പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ ഒരു ദേവാലയം നമ്മളിപ്പോൾ നിർമ്മിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നു. അലൈൻ ഇടവകയുടെ സപ്പോർട്ടും അടൂർ ഭദ്രാസനത്തിൻ്റെ പ്രിയപ്പെട്ട പൗലോസ് തിരുമേനയുടെ ഒരു നേതൃത്വം വളരെ പ്രധാനമാണ്. നമ്മുടെ കായംകുളം സെൻറ്ററായിട്ട് ഏറ്റെടുത്ത് ഇതെല്ലാം പ്രവർത്തിക്കുന്നു. തറയിൽക്കടവ് പുതുപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കാരണം കായലും കടലും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് അയ്മുഖം എന്ന് പറയാറുണ്ട്. കൂടുതലും ടൂറിസ്റ്റ് ഉള്ള ഒരു പ്ലേസാണ്. കാരണം അച്ഛനെ അറിയാമല്ലോ, ഇപ്പം മിഷൻ ഫീൽഡ് യാത്ര തന്നെ ആരും അതിന് മാത്രം വരാറില്ല. ഒരു ടൂറിസ്റ്റോട് വെച്ചാൽ മാത്രമേ ആൾക്കാർക്ക് താല്പര്യം വരത്തുള്ളൂ. കാരണം ഒരു ഉച്ചവരെ ഒരു റിട്രീറ്റും അതിന് ചേർന്ന് ടൂറിസ്റ്റ് പ്ലേസുകൾ കാണാമെന്ന്. ഇപ്പോഴത്തെ നമുക്കൊരു ടൂർ പാക്കേജ് ഉണ്ട്. 350 രൂപ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരാളിന്. അതിന് കായംകുളത്ത് കൊട്ടാരമുണ്ട്, പുതുപ്പള്ളിയിലെ കൊഞ്ച് ഫാക്ടറി ഉണ്ട്, നമ്മുടെ പുതുപ്പള്ളിയിലെ മിഷൻ ഫീൽഡ് സന്ദർശിക്കുന്നു. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് കായലോരത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം, അതിനുശേഷം നമ്മുടെ സെൻറ്റർ സന്ദർശിക്കുന്നു. അതോടൊപ്പം തന്നെ കായൽ കണ്ടതിന് ശേഷം ബോട്ട് യാത്രയുണ്ട്. നമ്മൾ തറയിൽക്കടവിൽ നിന്ന് 1000 തെങ്ങിലേക്കുള്ള ഒരു യാത്രയാണ്. അവിടെ ചെന്നതിന് ശേഷം ആ ബീച്ചിലും അവിടെ കൊണ്ടുപോകുന്നു. അവിടെ ഡോൾഫിനൊക്കെ ഇപ്പം ഇങ്ങനെ ഉണ്ട്. അതിനെയൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് ബീച്ചിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച് മടങ്ങിപ്പോകുന്ന ഒരു യാത്ര. ഇതൊക്കെ ആൾക്കാർ ഇപ്പം ഈ കഴിഞ്ഞൊരു വർഷം തന്നെ ഒരു 10-60 ഇടവകക്കാരും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ മിഷൻ സന്ദർശിച്ചിട്ട് പോയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ടതാണ്. ഭാവിയിലേക്ക് ദൈവം സഹായിച്ചാൽ നമുക്കൊരു ആ ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ട് തന്നെ കൊണ്ടുപോകാമെങ്കിൽ 2 രീതിയിലാണ്. അവർ വരുമ്പോൾ നമുക്ക് ഡൊണേഷൻ തരുന്നു, എന്നിട്ട് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് പോകാൻ തൊക്കണം സാധിക്കും. പാരിഷ് മിനിസ്ട്രി, മിഷൻ ഫീൽഡ് പ്രവർത്തനങ്ങൾ, സ്റ്റുഡൻസ് മിനിസ്ട്രി, ഇവ 3ഉം അച്ഛന് പരിചയമുള്ള മേഖലകളാണ്. എന്നാൽ അച്ഛന് വ്യക്തിപരമായി ഇവയിൽ ഏതിനോടാണ് കൂടുതൽ ആഭിമുഖ്യം? ഏതാണ് അച്ഛൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതായ പ്രവർത്തനം? എന്തുകൊണ്ട്? നിശ്ചയമായിട്ടും മിഷൻ ഫീൽഡ് തന്നെയാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് ഒരു മിഷൻ ഫീൽഡ്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ തന്നെ അവിടെ വലിയ അപ്പച്ചന്മാരോട് പോയി അവർ മിഷൻ ഫീൽഡിന് വേണ്ടി അല്ലെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകി ആരംഭിച്ച ഒരു മിഷൻ ഫീൽഡാണല്ലോ. അവിടെ ജനിച്ച് വളർന്നതുകൊണ്ടാണ് മിഷൻ ഫീൽഡിനോട് നമുക്ക് ഏറ്റവും താല്പര്യം. കാരണം യേശു കർത്താവിൻ്റെ ലൈഫ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കൂടുതലും മിഷൻ കേന്ദ്രീകൃതമായ ഒരു ലൈഫായിരുന്നു. എന്നെ ബൈബിൾ ഏറ്റവും സ്വാധീനിച്ചൊരു കഥാപാത്രമാണ് തബീത എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ പറയുന്നത്. അന്നേരം ആയിരുന്ന മേഖലയിൽ മറ്റുള്ളവരെ കരുതുക എന്നുള്ളതാണ്. ഒരു ഇടവകൻ ഇന്ന് കരുതുന്നതിന് ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഒരു മിഷൻ ഫീൽഡ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു അച്ഛന്മാർക്ക് പല മേഖലയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാം. നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് വാങ്ങി ചുറ്റുപാടും നമ്മുടെ കണ്ണെത്തുന്നത് നമ്മുടെ ചുറ്റുപാടുള്ളവർക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അന്നേരം എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് എനിക്ക് ഏറ്റവും താല്പര്യം. കുറച്ചുകൂടെ
നമ്മൾ ഒരു സ്ഥലത്തായിരുന്നു വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ആബ്സെൻസ് ഫീൽ ചെയ്യണം, മറ്റുള്ളവർ പറയണം അവരുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം. ആ ഒരു തലത്തിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഒരു മിഷനോടാണ് താല്പര്യം. കാരണം ഇടവകാകുമ്പോൾ കുറേ അതിന് പ്രാർത്ഥനകൾ വേറെ കൂട്ടങ്ങളും അടക്കം നമ്മൾ പല അതിന് സ്ട്രക്ചേഴ്സ് ഉണ്ട്. മിഷൻ ആകുമ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചറില്ല, ബൗണ്ടറീസ് ഇല്ല, നമുക്ക് അതീതമായി നിന്ന് പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കുന്ന നല്ല ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അത് തന്നെയാണ്. രാത്രി നമുക്ക് കിടന്നുറങ്ങുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ്. ഇന്ന് പകലൊക്കെ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെല്ലാവത് ചെയ്തല്ലോ, ഒരുത്തൻ്റെ കണ്ണുനീര് ഉപ്പ് വന്നൊക്കെ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മിഷൻ ഫീൽഡിനോട് നമുക്ക് കൂടുതൽ താല്പര്യം. മലയാളിയെങ്കിലും അച്ഛൻ്റെ ചിന്താഭാഷ മറ്റൊന്നാണ്. നമ്മൾ ഇരുവരുടെയും സമാനതയും ഇതുതന്നെയാണ്. നമ്മുടെ തോട്ട് ടു സ്പീച്ച് ട്രാൻസ്ലേഷൻ സ്പീഡ് കാലക്രമേണ വർദ്ധിച്ചു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മലയാളീകരണവും അച്ഛൻ്റെ ശുശ്രൂഷ സ്വപ്നങ്ങളും അച്ഛനെങ്ങനെ കാണും? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇവിടെ കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഒരു അന്യസംസ്ഥാനത്തിൽ നിന്ന് സാധാരണ നമ്മൾ തമാശ പറയുന്ന പോലെ അന്യസംസ്ഥാന തൊഴിലാളികളാണല്ലോ ഇപ്പം കൂടുതലും ഈ കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ദൈവകൃപയാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലോ എന്നുള്ളത്. എന്നാൽ അച്ഛൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വർക്ക് ചെയ്യാൻ താല്പര്യം കർണാടകത്തിൽ തന്നെയാണ്. കാരണം നിശ്ചയമായിട്ടും നമ്മുടെ കർണാടകയിൽ വിശുദ്ധ കുർബാന ട്രാൻസ്ലേറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പാട്ടുകളൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങ് ചൊല്ലിക്കൊണ്ട് പോവുകയാണ്. എന്നാൽ ഈയിടെ നാളുകളൊക്കെ ചിന്തിച്ചിട്ട് കുറേ പാട്ടുകളൊക്കെ നമ്മളത് തന്നെ ആ രീതി ചെയ്തിട്ടുണ്ട്. സമയമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാട്ടുകൾ മാത്രമല്ല, നമ്മുടെ 50 നോമ്പിൻ്റെ നമസ്കാരക്രമം അത് കർണാടകയിലില്ല. അത് ഞാൻ ഈ ഇടയിലെല്ലാം അത് പൂർത്തീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് പ്രൂഫ് റീഡ് കൊടുത്ത് അത് കന്നഡയിലേക്ക് ആക്കണം. നമ്മളാ ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു ഭാഗ്യമുള്ളവരാണ്. കാരണം കർണാടക ജനിച്ചു വളർന്നാലും നാട്ടിൽ വന്ന് ഇത്രയും കാര്യം പഠിച്ചപ്പോൾ എൻ്റെ ജനത്തിന് വേണ്ടി നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു മീനിങ് ഫുൾ ആണ്. മറ്റൊരു ദേശത്തെ ജനിച്ചു വളർന്ന ഒരാളാണ്. അതെ തീർച്ചയായിട്ടും. എന്നിട്ട് ഞങ്ങൾ അവിടെ ജനിച്ച് വളർന്നിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം പഠിക്കുമ്പോൾ ഇത് ഞാൻ മാത്രം കണ്ടാൽ പോരാ, എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഇല്ലെങ്കിൽ എൻ്റെ അനിയന്മാർ അല്ലെങ്കിൽ എൻ്റെ ജൂനിയറായിട്ടുള്ളവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ മർത്തമ സഭയുടെ പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ അത് വേറെ ലെവലിലായി പോകും അവിടുത്തെ പ്രവർത്തനങ്ങൾ. എന്നാൽ സഭയുമായിട്ട് ബന്ധപ്പെടുത്തി ചില സഭയുടെ പുസ്തകങ്ങളൊക്കെ ചരിത്രമൊക്കെ കർണാടകയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിശ്ചയമായിട്ടും മിഷൻ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ തന്നെയാണ് താല്പര്യം. കാരണം ഭാഷയുടെ ഒരു വ്യാപ്തി തന്നെ തീർച്ചയായിട്ടും സഭയുടെ ഒരു ഐഡന്റിറ്റി വാസ്റ്റ് ആക്കുന്ന ഒന്നാണ്. അതെ. അതുകൊണ്ട് അവിടെ തന്നെ അങ്ങോട്ട് പോയി വീണ്ടും പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ സഭ നിശ്ചയിക്കുന്ന പോലെ അതിപ്പം നമുക്ക് ഡിമാൻഡൊന്നുമില്ല. ദൈവം എവിടെ ആക്കുന്നു അവിടെ ഏറ്റവും നന്നായി നമ്മളെല്ലാവത് നമ്മൾ ലാംഗ്വേജ് നോക്കാതെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഈ വേദി പങ്കിട്ട ബഹുമാനപ്പെട്ട സമൽ വർഗീസ് അച്ഛനോട് വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെയും പുരോഹിത ദർശനത്തിൻ്റെയും പേരിലുള്ള നന്ദി സ്നേഹവും അഗൈവമായിട്ട് അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കടന്നു വരുവാനും ഈ ടെലിവിഷനിലൂടെ ഇങ്ങനെ സംസാരിക്കാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. ഇതിന് പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും വിശേഷം അച്ഛനോടും ഇവിടുത്തെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.